മാത്സ്യൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 6 പാദവാർഷിക പരീക്ഷ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഓണം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ മോഡൽ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ചോദ്യ രീതികളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഈ വർഷത്തെ പരീക്ഷാ ചോദ്യ രീതികൾ ഉണ്ടാവുക. 8 ആക്ടിവിറ്റീസ് ആണ്, 8 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ രീതിയിലുള്ള ചോദ്യങ്ങളെ SCERTയുടെ ചോദ്യങ്ങളെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിലത്തെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ല ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷയെ സമീപിക്കാൻ കഴിയും. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാമത്തെ ആക്ടിവിറ്റി കോണുകളുടെ അളവുകളായിട്ട് മെഷറിംഗ് ആംഗിൾസ് അറ്റ് ഹോം എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വൈൽ ഡെക്കറേറ്റിംഗ് ഹെർ റൂം അമ്മു മെയ്ഡ് എ പാറ്റേൺ യൂസിങ് സ്ട്രിപ്സ് ഫോമിങ് ഡിഫറെന്റ് ആംഗിൾസ്. അപ്പോൾ റൂം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അമ്മു പല രീതിയിലുള്ള ഡെക്കറേഷൻസ് അവിടെ ഉണ്ടാക്കി. അതിലുള്ളത് ഈ ഷേപ്പിലൊക്കെയാണ് ഉള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ലാർജസ്റ്റ് ആംഗിൾസ് ഇൻ ദ ഫിഗർ. ഇതിൽ ഏറ്റവും വലിയ കോണ് ഏത് എന്ന് കാണാനാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഏതാ വരിക? ഇത് ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തതായിട്ട് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഏറ്റവും വലിയ കോണ് വരുന്നത് ഏതായിരിക്കും? ആൻസർ മൂന്നാമത്തതായിരിക്കും ഏറ്റവും വലിയ കോൺ. അറിയാലോ, ഇത് 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾഡ് ആണ്. ഇത് ലെസ് ദാൻ ആണ് 90 ഡിഗ്രി, ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90ൽ കൂടുതലുള്ള കോണ്. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഉള്ളത് വിച്ച് ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ എന്നാണ്. അത് രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ഏതാണ് ചോദ്യം? മട്ടകോൺ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രണ്ടാമത്തേതാണ് അതിന്റെ റൈറ്റ് ആംഗിൾ. എൽ ഷേപ്പിൽ വരുന്നതാണ് രണ്ടാമത്തത്, റൈറ്റ് ആംഗിൾ വരും. മൂന്നാമത്തത് ഡ്രോ എ 60 ഡിഗ്രി ആംഗിൾ യൂസിങ് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 60 ഡിഗ്രി കോണ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരക്കും. ഈ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട്, കുട്ടികൾക്ക് അറിയാലോ, പ്രൊട്രാക്ടർ നമ്മൾ വെച്ചിട്ട് അതിൽ നിന്ന് അവിടെ ഈ നടുവിൽ നിങ്ങൾ കാണുന്നുണ്ട് പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ വെച്ചിട്ട് നമ്മൾ എത്ര എടുക്കും? 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രി നിങ്ങൾക്കറിയാം, 90 ഇവിടത്തേക്കാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു 60 ഡിഗ്രി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു 60 നേരെ നിങ്ങൾ അവിടെ ഒരു ഡോട്ട് ഇടുക, ഒരു കുത്തിടുക. ശ്രദ്ധിക്കണം, 90ൽ കുറവായിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട്, അല്ലെ സ്കെയിലോ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗങ്ങളോ രണ്ടും കൃത്യമായിട്ട് ഇവിടെയും പോയിന്റ് ഇടുക, ഇവിടെയും പോയിന്റ് ഇടുക, രണ്ടും കൂടെ ഇട്ട് കറക്റ്റ് ആയിട്ട് വരക്കുക. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ആയി? 60 ഡിഗ്രി ആയി. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സിയുടെ ആൻസർ ആണ് അത്. ഇനി ഡി പറയുന്നത്, അടുത്ത് പറയുന്നത് ക്യാൻ 2 ആംഗിൾസ് ഓഫ് 45 ഡിഗ്രി ആൻഡ് 135 ഡിഗ്രി ഫോം എ സ്ട്രെയിറ്റ് ആംഗിൾ വെൻ ജോയിൻഡ്. അതായത് 45 ഡിഗ്രിയും 135 ഡിഗ്രിയും ചേർത്ത് വെച്ചാല് ഒരു ലൈനിലുള്ള ആംഗിൾ ആക്കിയിട്ട് അത് വരുമോ എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ആംഗിള് 45 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ ഇവിടെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഈ അറ്റത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു 45 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇവിടെ ഡോട്ട് ഇട്ട 40നും 50നും ഇടയിലാണ്. 45 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ വരക്കുക. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയി? 45 ഡിഗ്രി ആയി. ശ്രദ്ധിക്കണേ, 45 ഡിഗ്രിയാണ് ഇത്. 40നും 50നും ഇടയിലാണ് 45. അതായത് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ 40 ഇവിടെ ഉണ്ടാവും, ഇവിടെ 50 ഉണ്ടാവും. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്ത എന്താ? 135 ഡിഗ്രിയാണ്. അപ്പൊ എന്താണ് വരുന്നത്? ഇവിടെ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ട് നമ്മൾക്ക് നോക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 135 ഡിഗ്രി എടുക്കുമ്പോ ഈ ലൈൻ നമ്മൾ നീട്ടി വരച്ചാല് നോക്കോ, ഇവിടുന്ന് നിങ്ങൾക്ക് 135 ഡിഗ്രി ഇവിടെ വെക്കുക. ഈ സെന്ററിൽ വെച്ചിട്ട് ശ്രദ്ധിക്കണേ, ഈ സെന്ററിൽ വെച്ചിട്ട് 135 ഡിഗ്രി പറഞ്ഞാൽ നോക്കിയാൽ ഇങ്ങനെ ഇങ്ങോട്ട് 135 ഡിഗ്രി ഉണ്ടാവും.
ഇവിടെ നേരത്തെ 45, ഇങ്ങ് ഇങ്ങോട്ട് 45 കണ്ടിട്ടില്ലേ? അപ്പൊ അത് തന്നെ ഇങ്ങ് ഇങ്ങോട്ട് എടുക്കുമ്പോ എത്ര ഉണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 130നും 140നും ഇടയിൽ കാണാം. അതായത് 135 ഡിഗ്രി. ഇത് എത്ര ഉണ്ടാവും? 135 ഡിഗ്രി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 45 ഡിഗ്രിയും ഇത് 135 ഡിഗ്രിയും വരുമ്പോ അത് രണ്ടും ചേർത്ത് വെച്ചാൽ നമുക്ക് ഒരു ലൈനിലുള്ള ആംഗിൾ, കോണുകളായിട്ട് അത് വരുന്നു. ഒരു വരയിലുള്ള കോണായിട്ട് അത് വരുന്നു എന്നുള്ളതാണ് കാരണം നമ്മളെ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ കുട്ടികളെ, നമ്മളിപ്പോ സാധാരണ നമ്മളെ പ്രൊട്രാക്ടർ എടുക്കലില്ലേ? പ്രൊട്രാക്ടറിൽ ഇപ്പുറം 0 തുടങ്ങിയ ഇപ്പുറം 180 കിട്ടും. അങ്ങനെ 0 150 വരുമ്പം ഇവിടുന്ന് ഇവിടത്തേക്ക് 135 കാണാം. പിന്നെ അതുമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് 45 ഡിഗ്രിയും കാണാം. ഇത് 45 ഉണ്ടാവും, ഇത് 135 ഉണ്ടാവും. രണ്ടും കൂടെ ചേർത്ത് വെച്ച എത്ര കിട്ടും നമുക്ക്? ഒരു വരയിലുള്ള ആംഗിൾ ആയിട്ട് കൃത്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷെയറിംഗ് ആപ്പിൾസ് എന്നാണ് ആ ആക്ടിവിറ്റിയുടെ പേര്, പ്രവർത്തനത്തിന്റെ പേര്. ആപ്പിളുകൾ പങ്കിടല്. ചോദ്യം ഇതാണ്: a basket has 3/4 kilogram of apples. Nina and her 2 friends decide to share it equally. How many kilograms of apples does each get? അതായത് ഒരു കൊട്ടയിലുള്ള 3.25 കിലോഗ്രാം ആപ്പിള്, ഈ കൊട്ടയിലുള്ള 3.25 കിലോ ആപ്പിള് 2 പേർക്കായിട്ട് തുല്യമായിട്ട് വീതിക്കുന്നു. ആർക്ക്? നീനക്കും നീനയുടെ സുഹൃത്തിനും തുല്യമായിട്ട് വീതിക്കുന്നു. ഇത് നീന എന്ന് വിചാരിക്കുക, ഇത് നീനയുടെ സുഹൃത്താണെന്ന് വിചാരിക്കുക, ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. 2 പേർക്ക് ഇത് തുല്യമായി ഡിവൈഡ് ചെയ്താൽ ഓരോരാൾക്കും എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ കുട്ടികളെ, ഇത് നമുക്ക് 3.25 കിലോ ആണ് ടോട്ടലില്. അതായത് 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 3 + 3/4 ആണ് അല്ലേ? ഓക്കെ, ഇനി 3 + 3/4 നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3 + 3/4 ഹാഫ് + 1/4 എന്ന് എഴുതാം. കറക്റ്റ് എഴുതാലോ? ഇനി നോക്ക്, ഈ 3നെ പകുതിയാക്കിയാല് എത്ര കിട്ടും? അത് 1.5 കിട്ടും. കാരണം 3ന്റെ പകുതി എത്ര? 1.5 കറക്റ്റ് ആണല്ലോ? ഓക്കെ, കാരണം ഇതാ 3 നോക്കിക്കോ, ഇത് 3 ബ്രെഡിന്റെ പീസാന്ന് വിചാരിക്കാം, 3 എണ്ണം. അപ്പൊ 3ന്റെ നേരെ പകുതി എത്ര കിട്ടും? ഇത് ഒരാൾക്ക് കിട്ടും, ഇത് വേറൊരാൾക്ക് കിട്ടും, പിന്നെ ഇതിന്റെ പകുതിയാണ് മറ്റൊരാൾക്ക് കിട്ടുക. നോക്കിയാൻ പകുതി. അപ്പോ ഇയാൾക്ക് എത്ര കിട്ടും? 1ഉം ഇതിന്റെ ഹാഫ് 1.5 കിട്ടും. പിന്നെ അരയുടെ പകുതി എത്ര കിട്ടും? പകുതി എടുക്കുന്നെങ്കിൽ ഹാഫാണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഹാഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1.5 കിട്ടും, അരയുടെ പകുതി എത്ര വരും? 1/4. കാരണം എന്താ? 1/4ഉം 1/4ഉം ചേരുമ്പോഴല്ലേ 1/4ഉം ചേരുമ്പോഴാണ് 1/2 ആവുക. ഇനി 1/4ന്റെ ഹാഫ്, 1/4 എന്ന് പറയുന്നതിന്റെ പകുതിയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, 1/4 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു സാധനത്തെ, ശ്രദ്ധിക്കുക കുട്ടികളെ, ഒരു സാധനത്തെ 4 ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 4 ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു ഭാഗം എത്ര കിട്ടുന്നത്? 1/4 കിട്ടും. ഒരു ഭാഗം 1/4 കിട്ടുന്നത്. ആ 1/4ന്റെയും പകുതി എത്ര ഉണ്ടാവുക? ശ്രദ്ധിച്ചാൽ ഈ 1/4ന്റെയും ഇതും 1/4 ആണ്. അപ്പൊ ഈ ഭാഗത്തിന്റെ പകുതി എത്ര കിട്ടും? ഇതാണ് ഇതിന്റെ പകുതി കിട്ടുക. ഈ പകുതി എന്ന് പറയുന്നത് ടോട്ടലിന്റെ എത്ര ഭാഗം ഉണ്ടാവുക? ഒരു ക്വാർട്ടറില് 2 എണ്ണം, കാൽഭാഗത്തിൽ 2 എണ്ണം. അപ്പൊ ഇതിലും 2 എണ്ണം കിട്ടും. നോക്കിയാൽ ഇതിലും 2 എണ്ണം കിട്ടും, ഇതിലും 2 എണ്ണം ഉണ്ടാവും, ഇതിലും 2 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള എത്ര എണ്ണം ഉണ്ടാവും? 1/8 ഉണ്ടാവും. അപ്പൊ ഈ കാലിന്റെ പകുതി എത്രയാ വരിക? 1/8. അത് ഓർമ്മിക്കാനുള്ള വഴി, ഒരു ഫ്രാക്ഷൻ ആയിട്ട് വന്ന അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ താഴത്തതിന്റെ ഡബിൾ എടുത്താൽ മതി. അതായത് 1/2ന്റെ ഹാഫാണ് എഴുതുന്നതെങ്കിൽ, അരയുടെ പകുതിയാണ് എഴുതുന്നതെങ്കിൽ അത് 1/4 ആണ്. ഇനി 1/3യുടെ ഹാഫാണ്, പകുതിയാണ് എഴുതുന്നതെങ്കിൽ അത് 1/6 ആണ്. ഈ ഐഡിയ കുട്ടികൾ പഠിച്ചു വെക്കുക. അപ്പൊ എത്രയായി? 1/8 ആയി. അപ്പൊ ഇതാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. നോക്കിയാൽ നമ്മൾ ഈ പകുതി എടുത്തത് നോക്കിയാൽ 3 + 3/4, 3 + 1/2 + 1/4, 3ന്റെ പകുതി 1.5,
അരയുടെ പകുതി കാല്, പിന്നെ കാലിന്റെ പകുതിക്കാണ് പ്രശ്നം ഉണ്ടായത്, ക്വാർട്ടറിന്റെ ഹാഫിന്. അതിപ്പോ ഞാൻ ചിത്രം വരച്ച് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോഴ് ഇത്ര കിട്ടുമ്പോ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് ഹാഫ് പ്ലസ് 1/4 പ്ലസ് 1/8. നോക്കൂ കുട്ടികളെ, ഈ 1/2 1/4 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം എത്ര? 1 പ്ലസ് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ 3/4 അറിയാം. അരയും കാലം കൂട്ടിയാൽ മുക്കാലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, പ്ലസ് 1/8. അപ്പൊ ഇത് രണ്ടും കൂടെ ഇനി കൂട്ടണം. 3/4 1/8. അതിനെ കൂട്ടാനുള്ള എളുപ്പ വഴി എന്താ? രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കണം. അപ്പൊ എന്താ വഴി? ഈ 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 6/8 എന്ന് എഴുതാലോ, നേരെ ഡബിൾ ആയിട്ട്. പ്ലസ് 1/8. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7/8 കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും 1 പ്ലസ് 7/8. അതിന് നമുക്ക് 1/7/8 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ശ്രദ്ധിക്കണേ, രണ്ട് വെവ്വേറെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ വരുമ്പോ ഇതിനെ നമുക്ക് ഇതുപോലെ ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിനെ. അപ്പൊ മേലെയും ഗുണിക്കണം. അങ്ങനെയാണ് 6/8 കിട്ടുന്നത് കേട്ടോ. ഈ പറഞ്ഞ നോട്ടിൽ എഴുതിയ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടും? 1/7/8. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻ, അതിലത്തെ ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ എന്താ? ഒരാൾക്ക് എത്ര കിട്ടിയെന്ന്? അത് 1/7/8, 1/7/8. അപ്പൊ നീനക്ക് കിട്ടിയത് 1/7/8, സുഹൃത്തിന് ഫ്രണ്ടിനും കിട്ടിയത് 1/7/8. അതിന് ബി ക്വസ്റ്റ്യൻ രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഇഫ് വൺ ഓഫ് ദം ഈറ്റ്സ് 2/3 കിലോഗ്രാം. അപ്പൊ നീനയാണ് നമുക്ക് വിചാരിക്കുക. ഈ നീന അവർക്ക് കിട്ടിയതിൽ നിന്ന് 2/3 ആപ്പിള് തിന്നു. അപ്പൊ നമുക്ക് എത്ര ഇനി? എന്നിട്ട് ബാക്കി അവളുടെ കയ്യിൽ എത്രയുണ്ട് എന്നാ ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? 1/7/8 നിന്ന് ഇവൾ എന്ത് ചെയ്തു? എത്ര തിന്നു? 2/3 തിന്നു കഴിഞ്ഞു. 1/7/8 നിന്ന് 2/3 തിന്നു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഈ 1/7/8 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 7/8 എന്ന് എഴുതാലോ, മൈനസ് 2/3. അതെന്തിനാ അങ്ങനെ എഴുതുന്നത്? ഇതിനെ രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 7/8 2/3. അപ്പൊ നമ്മൾക്ക് 7/8. അപ്പൊ ഇതിനെന്താ ചെയ്യാൻ പറ്റും? 8നെ 3 ആക്കാനാവില്ല, 3നെ 8 ഡയറക്റ്റ് ആയിട്ട് ആക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 3നെ കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 8നെ കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും നോക്കിക്കോ. 7/8ന്റെ മുകളിലും 3 താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 കൊണ്ട് മൈനസ് ഈ 2/3നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 8നെ കൊണ്ട് മുകളിലും 8നെ കൊണ്ട് താഴെയും 8നെ കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് കണ്ടോ? 21/7 × 3 21/24 മൈനസ് 2 16/24. അപ്പൊ 21/24 നിന്ന് ഇനി കുറക്കാലോ, രണ്ടിന്റെ ഡിനോമിനേറ്റർ ഒരേപോലെയായി. അപ്പൊ നമുക്ക് ആൻസർ എത്ര? 21 16 കുറക്കുക. 21 മൈനസ് 16/24. ഉത്തരം 16. 21 16 5. 5/24 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാ? 8ന് നേരത്തെ പ്രോബ്ലത്തിൽ ഓർമ്മയുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇപ്പൊ 1/2 മൈനസ് 1/4 അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്യുമ്പോ 1/4 മൈനസ് 1/8 വന്നപ്പോ നമ്മൾ ചെയ്തത് എന്താ? ഈ 4നെ 8 ആക്കാൻ വേണ്ടി ചെയ്തു. മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇവിടെ 8 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ 8 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പ്രോബ്ലം ചെയ്യാൻ പറ്റും, ചെയ്തു. പക്ഷെ ഇവിടെ 8നെ ഒരിക്കലും 3 ആക്കാൻ കഴിയില്ല. കാരണം 8ന്റെ മൾട്ടിപ്പിളോ ഫാക്ടറോ ഒന്നും വരുന്നില്ല. 3നെ 8 ആക്കാൻ കഴിയില്ല. 9 ആണെങ്കിൽ രക്ഷയുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ നമ്പറിനെ കൊണ്ട് താഴത്തേനെ കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ താഴത്തേനെ കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. സമാന ഭിന്നം എഴുതുന്ന രീതിയിൽ. അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക്? 5/24. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് 5/24. ആൻസർ 1 5/24 ഉള്ളത്. കാരണം ഈ 7/8 2/3 കുറച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ അതിന്റെ ഇതിന്റെ ഉത്തരം 5/24. ഓക്കെ, 1 പ്ലസ് 5/24. 5/24 എന്നുള്ള ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ സി അതിൽ പറയുന്നത് എന്താ അറിയോ? 3/4ന് റൈറ്റ് 3/4
ഇൻ ടു ഈക്വലന്റ് ഫോംസ്. ഇതിന് തുല്യമായ സമാനമായ രണ്ട് ഭിന്നങ്ങൾ കൂടി എഴുതണം. അത് എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? ആ 3/4 മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര? 6/8. ഇതിന് തുല്യമാണ് 6/8. അതിന് അതേ 3/4 തന്നെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 3 9 4 3 12 9/12. അപ്പൊ ഈ 3/4 തുല്യം ഏതെല്ലാം വന്നു? 6/8 വന്നു, 9/12 വന്നു. ഇനി ഒന്നും കൂടെ എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 മേലെയും 4 കൊണ്ട് താഴെയും 4 കൊണ്ട്, അപ്പൊ 12/16 എന്ന് കിട്ടും. പക്ഷെ ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല, 2 എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ഈക്വല് തുല്യമായിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ ആൻസർ ഞാൻ എഴുതിയേക്കുക. 3/4 ഈക്വൽ ടു 6/8 ഈക്വൽ ടു 9/12. അപ്പൊ അതിന്റെ ആൻസർ വേണം നമുക്ക് എന്ത് പറയാം? കൊമ ഇട്ടിട്ടും വേണമെങ്കിൽ നമുക്ക് അതെവിടെ എഴുതാം. ഇതിന് തുല്യമായിട്ടുള്ളത് ആരെല്ലാണ്? 6/8 9/12. ഓക്കെ, 2 എഴുതിയാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മനക്കണക്കായിട്ട് തന്നെ മെന്റലായിട്ട് നമുക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റും മൈൻഡില്. പക്ഷെ നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യുന്നു നോക്കാം. അതിനുശേഷം ഞാൻ മൈൻഡിൽ വരുന്നത് പറയാം. ഇങ്ങനെ 2 നമ്പറുകൾ തന്നിട്ട് ഏതാണ് വലുത്, ആർക്കാണ് കൂടുതൽ എന്നാണ് ചോദ്യം. ഒരാൾക്ക് 2/3 കിലോഗ്രാം കിട്ടി, മറ്റാൾക്ക് 3/4 കിലോഗ്രാം കിട്ടി. എന്നിട്ട് ചോദ്യം എന്താണ്? ഹൂ ഗെറ്റ്സ് മോർ? ആർക്കാണ് കൂടുതൽ കിട്ടിയത് എന്നാണ് ചോദ്യം. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എത്ര? 1 അല്ലേ? 3യും 2വും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവിടെ 4ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 1. അപ്പൊ 2 അംശവും ഛേദവും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ വലിയ നമ്പറുകൾ ഉള്ളതാണ് വലിയ സംഖ്യ. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? ആൻസർ ഏതാ വരിക? മോർ ഏതാ വരിക? 3/4 ആണ് ഇവിടെ നമുക്ക് ആൻസർ വരിക. 2/3യും 3/4 ആയിട്ട്. ഇനി അത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 2/3യും 3/4ഉം ഏത് വലുതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ എടുത്താൽ മതി. 2/3 3/4. ശ്രദ്ധിക്കുക കുട്ടികളെ, ഈ 4നെ കൊണ്ട് ഈ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 2 × 4/3 × 4. പിന്നെ ഈ 3/4 മേലെയും താഴെയും ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3 × 3/4 × 3. മനസ്സിലായില്ലേ? ഇതിനെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8/12. ഇതിനാൽ 8/12. 9/12. നോക്കിയാൽ ഒന്ന് 8/12. ഇത് 8/12 ആണ്, ഇത് 9/12 ആണ്. അപ്പൊ ഏതാ വലുത്? 9/12 വലുത്. 9/12 വലുതായതുകൊണ്ട് ഈ 2 ഏത് വലുത് പറയാ? ഇതാണ് മോർ എന്ന് പറയാ. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എന്തിനാണ് മേലെയും താഴെയും മറ്റൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ചോദിച്ചാൽ അതിന്റെ മറുപടി, ഇതിനെ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ഇതാക്കാൻ കഴിയില്ല. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും കിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് ഡിനോമീറ്ററുകളെ കൊണ്ട് പരസ്പരം മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് തലച്ചോറിൽ ക്ലിയർ ആയിട്ട് കയറ്റി വെച്ചാല് ഒരുപാട് പ്രോബ്ലം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കണേ, ഇതിന്റെ ഡിനോമിനേറ്റർ ഛേദം കൊണ്ട് ഇതിനെ മേലെയും താഴെയും ഗുണിക്കുക, ഇതിന്റെ ഛേദം ഡിനോമിനേറ്റർ കൊണ്ട് മുകളിലും താഴെയും. മനസ്സിലായില്ലേ? അപ്പും ഡൗൺ, ടോപ്പും ബോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വോളിയം, വ്യാപ്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്, ആക്ടിവിറ്റിയാണ്. എ പെൻസിൽ ബോക്സ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ റെക്ടാങ്കുലർ ബ്ലോക്ക് വിത്ത് ഡയമെൻഷൻസ് 20 സെന്റിമീറ്റർ × 8 സെന്റിമീറ്റർ × 3 സെന്റിമീറ്റർ. അതായത് ഒരു ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ളതാണ് ഒരു പെൻസിലിന്റെ കൊട്ട, പെൻസിലിന്റെ കവർ കൂട്. അതൊരു ചതുരപ്പെട്ടിയുടെ ആകൃതിയിലാണ് ഉള്ളത്. അതിന്റെ അളവുകള് 20 സെന്റിമീറ്റർ, നല്ല സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, അതേപോലെ തന്നെ 3 സെന്റിമീറ്റർ നീളം, വീതി, ഉയരം. ഓക്കെ, ആദ്യം പറഞ്ഞത് നീളായിരിക്കും, ലെങ്ത് ആയിരിക്കും. രണ്ടാമത് പറഞ്ഞ ബ്രെഡ്ത്ത് ആയിരിക്കും. മൂന്നാമത് പറയുന്നത് ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ചോദ്യം ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ഇറ്റ്സ് വോളിയം, അതിന്റെ വ്യാപ്തം എത്ര എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് വ്യാപ്തം, വോളിയം.
അല്ലെങ്കിൽ വ്യാപ്തം ഞാൻ തികച്ചു എഴുതുന്നില്ല, ചുരുക്കിയിട്ട് എഴുതുന്നില്ല. അതെന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇത് ലെങ്ത് ആണ്, ഇതെന്താണ്? ബ്രെഡ്ത്ത് ആണ്, ഇതെന്താണ്? ഹൈറ്റ് ആണ്. നീളം, വീതി. മലയാളം കുട്ടികളാണെങ്കിൽ നീളം, വീതി, ഉയരം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? സിമ്പിൾ ആണ്. 20, 8, 3. 20, 8, 3. ഉയരം 3. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 8, 3, 24. അത് 2 ഒഴിച്ച് നമുക്ക് കിട്ടും 480 ക്യൂബിക് സെന്റിമീറ്റർ. യൂണിറ്റ് പഠിക്കണേ. സെന്റിമീറ്റർ ആണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ, മലയാളം കുട്ടികളാണെങ്കിൽ ഘന സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. അപ്പൊ ഒന്നാമത്തെ ആൻസർ സിമ്പിൾ ആയി നമുക്ക് കിട്ടി. 480. അതിൽ ബി എന്താണ് പറയുന്നത് നോക്കൂ, ശ്രദ്ധിക്കണേ. If it is filled with pencils of 2 centimeter cube each, how many can fit inside? ഇതിൽ മുഴുവൻ പെൻസിൽ ബോക്സ് ആണ്. അപ്പൊ ഒരുപാട് പെൻസിലുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരുപാട് പെൻസിലുകൾ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അട്ടിയായിട്ട് പെൻസിലുകൾ ഇങ്ങനെ വെക്കുമ്പോ അവര് പറയാണ് ഒരു പെൻസിൽ, ശ്രദ്ധിച്ചാൽ ഒരു പെൻസില്, ഒറ്റ പെൻസില് മാത്രം എടുക്ക്. ഇതിന്റെ വോളിയം, ഇതിന്റെ വ്യാപ്തം, ഇതിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരം ഉണ്ടാവുമല്ലോ പെൻസിലിന്. അപ്പൊ അങ്ങനെയുള്ള പെൻസിലിന്റെ വ്യാപ്തം എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ വ്യാപ്തം എത്ര കിട്ടും? ഇതിന്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ക്യൂബ്. 2 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 2 ഘന സെന്റിമീറ്റർ. മലയാളത്തിലെ ക്യൂബിക്, ഇംഗ്ലീഷില് വോളിയം എന്ന് പറയുന്നത് 2 ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ. അപ്പോ ഒന്നിൻ്റെത് 2 ആകെ ഇതിൽ കൊള്ളുന്ന വ്യാപ്തം എത്ര? അതിൽ കൊള്ളുന്നത് 480 ആണ്. ശ്രദ്ധിക്കണേ, അതിൽ പാത്രത്തിൽ കൊള്ളുന്നത് 480 ക്യൂബിക് സെന്റിമീറ്റർ വരെ ആ പാത്രത്തിൽ കൊള്ളും. അപ്പൊ ഒന്ന് അതിൽ വരുന്നത് 2 അപ്പൊ ഹൗ മെനി പെൻസിൽസ്, എത്ര പെൻസിൽസ് അതിൽ കൊള്ളിക്കാൻ പറ്റും? ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് പെൻസിൽസ്, എത്ര പെൻസിൽ കൊണ്ടുപിടിക്കാൻ പറ്റും? നോക്കൂ കുട്ടികളെ, ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഒരു ബെഞ്ചിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോ ഒരു കുട്ടിക്ക് ഇരിക്കാൻ 30 സെന്റിമീറ്റർ സ്ഥലം വേണം. ഒരു കുട്ടിക്ക് ഇരിക്കാൻ, ഇതാണ് ഒരു ബെഞ്ച്. ആ ബെഞ്ചില് ഒരു കുട്ടിക്ക് ഇരിക്കാൻ 30 സെന്റിമീറ്റർ സ്ഥലം വേണം. 30 സെന്റിമീറ്റർ സ്ഥലം വേണം. നോക്ക്, അടുത്ത കുട്ടിക്കും 30. അപ്പൊ ഇതിന് ആകെ ഉള്ളത് 1.5 മീറ്റർ ആണെങ്കിൽ 150 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം ഉള്ളതെങ്കിൽ അതിൽ എത്ര കുട്ടികൾക്ക് ഇരിക്കാം? ഒരു കുട്ടിക്ക് ഇരിക്കാൻ 30 സെന്റിമീറ്റർ വേണം. അപ്പൊ എത്ര കുട്ടികൾക്ക് ഇരിക്കാം? ടോട്ടൽ 150 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയാ? ആ 150 ഈ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഹരിക്കും. അപ്പൊ നമുക്ക് 5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ആ ഐഡിയ ഇതിപ്പോ നീളത്തിൽ വെച്ചു, ഇത് അതിൽ പാത്രത്തിൽ കൊള്ളുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പെൻസിലിന്റെ എണ്ണം കാണാൻ ആ വോളിയം, ബോക്സിന്റെ വോളിയം, ബോക്സ് വോളിയം, പെട്ടിയുടെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ആരുടെ വ്യാപ്തം? ഒരു പെൻസിലിന്റെ വോളിയം. ശ്രദ്ധിക്കണേ, മലയാളം കുട്ടികൾ ശ്രദ്ധിക്കുക. പെട്ടിയുടെ വ്യാപ്തം ഡിവൈഡ് ബൈ ഒരു പെൻസിലിന്റെ വ്യാപ്തം. ഒരു കുട്ടിക്ക് വേണ്ട സ്ഥലത്തിനെ വെച്ച് ഹരിച്ചതുപോലെ, ഡിവൈഡ് ചെയ്തതുപോലെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എത്ര? സിമ്പിൾ കഴിഞ്ഞു. അപ്പൊ എത്ര വരിക? 480 ആണ് ആകെ വോളിയം പെട്ടിയുടെ. ഡിവൈഡഡ് ബൈ പെൻസിലിന്റെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 2. അപ്പൊ എങ്ങനെ? 480 ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നേരെ പകുതി കണ്ടാ മതിയില്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 480ന്റെ പകുതി 240. അപ്പൊ ആൻസർ കിട്ടി 240. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഈ ഐഡിയ ഓർമ്മിക്കണേ. ആകെയുള്ളതിനെ ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിലത്തെ എണ്ണം കിട്ടുന്നില്ലത് ഓർമ്മിക്കണം. അതിലത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ബോക്സ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ദാറ്റ് കോസ്റ്റ് 0.05 per centimeter cube, ഫൈൻഡ് ദ കോസ്റ്റ്. അപ്പോ ഈ ബോക്സ് ഉണ്ടാക്കിയത്
ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോഴ് 1 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ചിലവ് എത്രയാണ്? 0.05 രൂപയാണ്. ശ്രദ്ധിക്കണേ. അതായത് 1 ക്യൂബിക് സെന്റിമീറ്റർ, 1 ഘന സെന്റിമീറ്റർ, മലയാളത്തിലെ 1 ഘന സെന്റിമീറ്ററിന് വേണ്ട പ്ലാസ്റ്റിക്കിന്റെ ചെലവ് എത്ര? 0.05 രൂപ. 1 ക്യൂബിക് സെന്റിമീറ്റർ പ്ലാസ്റ്റിക്കിന് ചെലവ് എത്രയാണ്? 0.05 റുപ്പീസ്. ഓക്കെ, റുപ്പീസ് ആണ് ചെലവ് 1 ക്യൂബിക് സെന്റിമീറ്റർ പ്ലാസ്റ്റിക്കിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ പെട്ടിക്ക് എത്ര ചെലവ് വരും എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ കോസ്റ്റ്. ഈ പെട്ടിക്ക് എത്ര വരും? അപ്പൊ നമ്മളുടെ പെട്ടി എത്ര ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്? ഇവിടെ 480 ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോ ഇഫ് ദ ബോക്സ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ദാറ്റ് കോസ്റ്റ് 0.05 per centimeter cube, find the cost. അപ്പൊ അതിന് അങ്ങനെയുള്ളൊരു പെട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ കുട്ടികളെ? ആ പെട്ടിനെ ഫുള്ള് ഒരു പ്ലാസ്റ്റിക് തന്നെ ആണെന്ന് വിചാരിക്കുക. ആ പെട്ടി ഫുള്ള് എന്താന്ന് കരുതുക? ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതാണെന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ അതിൽ വരുന്ന പ്ലാസ്റ്റിക്കിന് എത്ര പൈസ വരും എന്നുള്ളതാണ് ചോദ്യം. അതിൽ വരുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്. എങ്ങനെ? ഫുൾ പ്ലാസ്റ്റിക്കിന്റെ കട്ടയാണെങ്കിൽ മാത്രമേ ആവുള്ളൂ. ആ ചോദ്യത്തില് ഒരു ചെറിയ പിശക്ക്, ആ ചോദ്യത്തില് ചെറിയ തെറ്റ് ആ ചോദ്യത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുക? പ്ലാസ്റ്റിക്കിന്റെ കട്ട ഒരു സോപ്പ് കട്ട മാതിരിയുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ എത്ര? 1 ക്യൂബിക് സെന്റിമീറ്റർ 0.05. അങ്ങനെയാണ് 480 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അതിന്റെ വോളിയം ആകെ ഇതിൽ കൊള്ളുന്നത് അത്രയുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് എത്ര കിട്ടും? നമുക്ക് അടുത്ത കിട്ടുന്നത് സി എന്ന് പറയുന്ന അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. 480 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 480 0.05 കൊണ്ട് ഗുണിക്കുക. കാരണം എന്താ? 1 ക്യൂബിക് സെന്റിമീറ്ററിന്റെ പൈസയാണ് 0.05. നമുക്ക് എത്ര ക്യൂബിക് ഉണ്ട്? 10 ഘന സെന്റിമീറ്റർ ആണെങ്കിൽ 10 × 0.05. 20 ഘന സെന്റിമീറ്റർ ആണെങ്കിൽ 20 × 0.05. മനസ്സിലായില്ലേ? 100 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ 100 × 0.05. അപ്പൊ ഈ 0.05ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 480 × ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 5/100 എന്ന് എഴുതാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെസിമലിനെ തിരിച്ചിട്ട് മാറ്റാൻ, ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടും 5/100 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ നോക്കൂ കുട്ടികളെ, 480 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 480 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 240 2400 കിട്ടും. അപ്പൊ 2400 ബൈ എത്രയുണ്ട്? 100. ഇതാ ബൈ 100. ഇതാ ഇത് രണ്ടും കുടിച്ചു, ഇത് കിട്ടി ബൈ 100. ഈ 0 0 0 0 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ 24/1 എന്ന് പറഞ്ഞാൽ 24 രൂപ നമുക്ക് ആ ബോക്സിന്റെ വിലയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അത്രയും ക്വാണ്ടിറ്റി അതിലുണ്ടാവും. ഓക്കെ, ശരി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അതെന്താ പറയുന്ന അറിയോ? ഈ ബോക്സില്, അതായത് പെട്ടിയില്, കാലിപ്പെട്ടി, ആ കാലിപ്പെട്ടി ഇതേമാതിരി ഒഴിഞ്ഞ ഒരു പെട്ടിയാണ് എങ്കിൽ ആ ഒഴിഞ്ഞ പെട്ടിയില് ശ്രദ്ധിക്കണേ, 1 ലിറ്റർ വെള്ളം കൊള്ളുമോ? Can this box hold 1 liter of water? അതിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുമോ എന്നാണ് ചോദ്യം. അതിന്റെ വോളിയം എത്രയുള്ളത്? 480 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കുക. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് എത്രയാണ്? 1000 ഘന സെന്റിമീറ്റർ ആണ്. മലയാളം കുട്ടികൾക്ക്, ഇംഗ്ലീഷ് കുട്ടികൾക്ക് 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എത്രയുള്ളത്? 480 ആണുള്ളത്. 480 1 ലിറ്റർ ആവുമോ? 1000 ആയാൽ മാത്രമേ 1 ലിറ്റർ ആവുള്ളൂ. അപ്പൊ എന്താണ് അവന്റെ ഉത്തരം വരല്?
ക്യാൻ ദിസ് ബോക്സ് ഹോൾഡ് 1 ലിറ്റർ ഓഫ് വാട്ടർ? അപ്പോ ഇല്ല, നോ. എന്താ കാരണം? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയാണ്. നമുക്ക് എത്രയാ ഉള്ളത്? 480 ക്യൂബിക് സെന്റിമീറ്റർ മാത്രമേ നമ്മളുടെ ബോക്സിന്റെ മെഷർമെന്റ് ഉള്ളൂ, വോളിയം ഉള്ളൂ. അതാവില്ല. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ. ജസ്റ്റിഫിക്കേഷൻ ആണ് ഇത്. എന്തുകൊണ്ടാണ് നോ എന്ന് എഴുതിയത്? വി ഹാവ് ഓൺലി 480 ക്യൂബിക് സെന്റിമീറ്റർ. വി നോ 1 ലിറ്റർ ഈസ് 1000 ക്യൂബിക് സെന്റിമീറ്റർ. അതായത് നമുക്ക് ആകെ 480 ഘന സെന്റിമീറ്റർ മാത്രമേ വ്യാപ്തമുള്ളൂ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ഘന സെന്റിമീറ്റർ ആണ്. 1000 കിട്ടിയാൽ മാത്രമേ 1 ലിറ്റർ ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ ആൻസർ നോ. അതായത് നോ എന്ന് പറഞ്ഞാല് കഴിയുമോ? അപ്പൊ ഇല്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നാലാമത്തത്, അത് ഫ്രാക്ഷൻ ഭിന്നമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഒരു പിസയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അജയ് ഓർഡർഡ് എ പിസ ആൻഡ് എയ്റ്റ് തേർഡ് ഓഫ് ഇറ്റ്. ഹെർ സിസ്റ്റർ എയ്റ്റ് സിക്സ്ത് മോർ. അതായത് അജയൻ ഒരു പിസ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് അതിൽ 1/3 ഭാഗം ഭക്ഷിച്ചു. അവന്റെ സഹോദരി 1/6 ഭാഗം കൂടുതൽ ഭക്ഷിച്ചു. അപ്പോ അജയൻ 1/8 ഭാഗമാണ് ഭക്ഷിച്ചത്, 1/3 ആണ് ഭക്ഷിച്ചത് എങ്കില് സിസ്റ്റർ എത്ര എടുത്തു? 1/3ന്റെ പരം 1/6 കൂടെ ഭക്ഷിച്ചു. തെറ്റിക്കല്ലേ? ഇതിനെക്കാളും 1/6 കൂടെ ഡിവൈഡ് 8 ചെയ്തു. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ഓഫ് ദ പിസ വാസ് ഈറ്റൺ ടുഗദർ? 2 പേരും കൂടി എത്ര ഭക്ഷിച്ചു? അപ്പൊ എന്താണ് 2 പേരും കൂടി? അജയനും സിസ്റ്ററും കൂടി എത്ര ഭക്ഷിച്ചു? എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിക്ക, 1/3 അജയൻ്റെത്, സിസ്റ്ററത് 1/3 പ്ലസ് 1/6. മനസ്സിലായല്ലോ? ഇത് അജയൻ്റെത്, ഇത് സിസ്റ്ററത്. ഇവനെക്കാളും 1/6 അധികം അവള് ഭക്ഷിച്ചിന്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ 1/3യും 1/3യും കൂട്ടിയാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2/3. കാരണം ഡിനോമിനേറ്റർ സെയിം അല്ലേ? പ്ലസ് 1/6. ഇനി ശ്രദ്ധിച്ച കുട്ടികളെ, 3നെ നമുക്ക് 6 ആക്കി മാറ്റാൻ പറ്റുമല്ലോ. ഇവിടെ 6 അല്ലേ ഉള്ളത്, ഇതിനെ 6 ആക്കി മാറ്റാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ഫ്രാക്ഷൻ ആയി. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 4/6. ഇതിന്റെ 2ന്റെ ഡബിൾ എടുത്താൽ ഇതിന് ഈക്വൽ ആയിട്ട് ഇത് വന്നു. പ്ലസ് 1/6 ഇവിടെ ഉള്ളത്. ഓക്കെ, 4/6 1/6 കൂട്ടിയ എത്ര? 5/6 ഭാഗം അവര് ഭക്ഷിച്ചു. അപ്പൊ ഒന്നാമത്തെ ആൻസർ എത്ര? 5/6 പാർട്ട്. ബോത്ത് ഈറ്റൺ ടുഗദർ, 2 പേരും കഴിച്ചത് എത്ര? 5/6 ഭാഗം. ഹൗ മച്ച് ഈസ് ലെഫ്റ്റ്? രണ്ടാമത്തെ ചോദ്യം അതാണ്, എത്ര ബാക്കിയായി? അപ്പൊ ആകെ എത്ര പിസ ഉണ്ടായത്? ശ്രദ്ധിക്ക്, ആകെ എത്ര പിസ? 1 പിസയാണ് ഉണ്ടായത്. ആ 1 പിസയിൽ നിന്ന് എത്ര ഭക്ഷിച്ചു? 5/6 അവർ തിന്നു കഴിഞ്ഞു. അപ്പൊ ബാക്കി 1ൽ നിന്ന് 5/6 ആണ് ബാക്കി. ബാക്കി വരുന്നത് എത്ര? 1ൽ. ശ്രദ്ധിക്കണേ, 1 എങ്ങനെയാ വന്നത് മനസ്സിലായോ? 1 പിസയിൽ നിന്ന് 5/6 ഭാഗം കഴിച്ചു. അപ്പൊ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്ക്, 6/6 മൈനസ് 5/6. ശ്രദ്ധിക്കണം, ഇവിടെ 6 ഉണ്ടായത് കൊണ്ടാണ് 1ന് 6/6 എന്ന് എഴുതിയത്. നമ്പർ 3/3 എന്ന് എഴുതാ, 5/5 എന്ന് എഴുതാ, 6/6 എന്ന് എഴുതാ. അപ്പൊ ഞാനിവിടെ 6/6 എഴുതാനുള്ള കാരണം എന്താ? ഇവിടെ 6 ഉണ്ടായത് കൊണ്ടാണ് കുട്ടികളെ. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാത്തിനും ന്യായീകരണം നമുക്കുണ്ട്. അപ്പൊ താഴെ 2 ഒരേപോലെ, അപ്പൊ മേലില്ലത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 6 ന്ന് 5 പോയ എത്ര? 1/6. അപ്പം രണ്ടാമത്തെ ആൻസർ ബാലൻസ് എത്ര? 1/6. ഓക്കെ, ചില കുട്ടികൾ ഡയറക്റ്റ് പറയും 6ൽ 5 ആണ് ഭക്ഷിച്ചത്, അപ്പൊ 6ൽ 1 ബാക്കി ഉണ്ടാവും. ഡയറക്റ്റ് എഴുതാം, ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ആൻസർ എഴുതാൻ കഴിയും. ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. നോക്കിയാൽ റൈറ്റ് ദ ടോട്ടൽ ഈറ്റൺ ആസ് എ സിംഗിൾ ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേംസ്. അപ്പോ ഈ ടോട്ടൽ ഈറ്റ് ചെയ്തത്, രണ്ടാളും കൂടെ ഭക്ഷിച്ചത്, റൈറ്റ് ദ ടോട്ടൽ ഈറ്റൺ ആസ് എ സിംഗിൾ ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേംസ്. നമുക്ക് കിട്ടിയത് തന്നെ എന്താണ്? ലോവസ്റ്റ് ടേമിലാണ് രണ്ടാളും കൂടെ കഴിച്ചത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അവിടെ മീനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എത്ര ആൻസർ വരിക? 5/6 തന്നെയാണ് അവിടെ
നമ്മൾ ചുരുക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ എത്ര ആൻസർ കിട്ടും? 5/6. ശ്രദ്ധിക്കൂ കുട്ടികളെ. അപ്പൊ ഈ ചോദ്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുക? ചില സമയത്ത് ഈ 5/6 പകരം നോക്കൂ കുട്ടികളെ, 10/12 ആണ് കിട്ടിയെന്ന് വിചാരിച്ചോ, 10/12 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ലോവസ്റ്റ് ഫോം എഴുതാൻ പറഞ്ഞാൽ 2 കൊണ്ടും പകുതി എടുത്തിട്ട് നമ്മ 5/6 എന്ന് എഴുതും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ രീതി ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഏറ്റവും ഇനി ഇതിനെ ചുരുക്കാൻ കഴിയില്ല. അപ്പൊ ആ ചോദ്യത്തിന് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച ഉത്തരം തന്നെ നമുക്ക് എഴുതാൻ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ടോട്ടൽ ഈറ്റൺ ആസ് എ സിംഗിൾ. ഓക്കെ, അതും എഴുതി. റെപ്രസെന്റ് ദ ലെഫ്റ്റ് ഓവർ പാർട്ട് ആസ് എ ഷെയ്ഡഡ് സർക്കിൾ. ശ്രദ്ധിക്കണേ, നല്ല ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് ഓവർ പാർട്ട് ഏതാണ്? ബാക്കി വന്ന ഭാഗം. ശ്രദ്ധിച്ചാൽ ബാക്കി വന്ന ഭാഗം എത്ര? ഇത് രണ്ടാളും കൂടെ കഴിച്ച ഭാഗം, ഇത് ബാക്കി വന്ന ഭാഗം. ആ ബാക്കി വന്ന ഭാഗത്തിന് വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ എങ്ങനെയാണ് സർക്കിൾ വരക്കാൻ നമുക്കറിയാം. അപ്പൊ ഈ 1/6 നമ്മൾ സർക്കിള് ആക്കിയിട്ട് മാറ്റുമ്പോ എന്താണ് മാറ്റം വരിക, എങ്ങനെയാണ് വരക്കുക എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ 1/6 എത്ര ഡിഗ്രി വേണമെന്നുണ്ടല്ലോ, ഇതിനെ ഭാഗിക്കുമ്പോൾ എത്രയെങ്കിലും ഒരു അളവെടുക്കുമ്പം ഇവിടെ എത്ര ഡിഗ്രി എടുക്കും അത് നമുക്കറിയില്ല. അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക കുട്ടികളെ? പഠിച്ചോ, 1/6 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഏതൊരു ഫ്രാക്ഷനെയും അതിന്റെ ഫോർമുല ഞാൻ എഴുതാം. ഫ്രാക്ഷൻ ഇൻറ്റു 360, അതായത് ഭാഗം ഗുണിക്കണം 360 ആണ് എന്ത് കിട്ടല്? സർക്കിളിന്റെ വൃത്തത്തിന്റെ ഭാഗം കിട്ടല്. വൃത്തത്തിന്റെ ഭാഗം നമുക്ക് കിട്ടുക. പാർട്ട് ഓഫ് സർക്കിള് ആയിട്ട് നമുക്ക് കിട്ടല് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കണേ. ഓക്കെ, ഡിഗ്രി, അതിന്റെ ഡിഗ്രി കിട്ടും നമുക്ക്. കോണിന്റെ അളവ് കിട്ടും. ഡിഗ്രി കോൺ അളവ് നമുക്ക് കിട്ടും. അപ്പൊ 1/6 360 കൊണ്ട്, ഇപ്പൊ 1നെ 360 കൊണ്ട് ഗുണിക്കുമ്പോ 360/6. ശ്രദ്ധിക്കണേ, 360/6. 360 6 കൊണ്ട് ഈസി അല്ലേ? 36 എത്ര 6 പോയി? 6 6 36. അപ്പൊ നമുക്ക് ഉത്തരം 60 ഡിഗ്രി. ഇനി എന്ത് ചെയ്താൽ മതി? 60 ഡിഗ്രി ഉള്ള ഒരു സർക്കിളിന്റെ ഒരു ഭാഗം അടയാളപ്പെടുത്തിയാൽ മതി. കുട്ടികൾ എന്ത് ചെയ്യുന്നു? കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് കുട്ടികൾ 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ വലിപ്പത്തില് നിങ്ങൾ ഇവിടെ കുത്തിയിട്ട് കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിള് നിങ്ങൾ ഇങ്ങനെ തന്നെ വരക്കുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു സർക്കിള് വരച്ചു. ശ്രദ്ധിക്ക, ഒരു സർക്കിള് വരച്ചു. അത് എത്ര? 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ എടുക്കാം. ഓക്കെ, വരച്ചതിന് ശേഷം അതിന് സെന്റർ ഉണ്ടാവുമല്ലോ. കോമ്പസ് കുത്തിയ സെന്റർ ഉണ്ടാവില്ലേ? ഇവിടെ കുത്തിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ വരച്ചത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കുക. സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് എത്ര ഡിഗ്രി എടുക്കാം? 60 ഡിഗ്രി. അപ്പൊ ആരെ ഉപയോഗിക്കും? നിങ്ങള് പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ദാ ഇവിടെ വെക്കുക, ഈ സെന്ററിന്റെ ഭാഗത്ത്. ഓക്കെ, വെച്ചിട്ടോ 60 ഡിഗ്രി. ഇതാ 90 ഇടല്ലേ വരല്. അപ്പൊ 60 90-ൽ കുറവാണ്. അപ്പൊ ഇപ്പുറത്തെ കാണുന്ന 60 എടുക്ക, ഒരു ഡോട്ട് ഇടുക. 60 എടുക്ക, ഒരു ഡോട്ട് ഇട്ടു. ഡോട്ട് ഇട്ടിട്ട് ഈ സെന്ററും ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുക. നോക്കിയാൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മളുടെ 60 ഡിഗ്രി എന്നും കൂടെ എഴുതിയാല് ജോറായി. ഇനി ഷെയ്ഡ് ചെയ്യണോ? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായി? ഈ 1/6 പാർട്ടായി. ഇതാണ് 1/6 പാർട്ട്. 60 ഡിഗ്രി. എങ്ങനെയാണ് ഡിഗ്രി വന്നത്? ഈ 360 കൊണ്ട് ഗുണിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യൻ. എ പഞ്ചായത്ത് കൺസ്ട്രക്ടഡ് റോഡ്സ് ഇൻ 2 phases. kilometer last month and 2/5 kilometer this month. What is the total length of road constructed? പഞ്ചായത്തിന്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. 2 തവണയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തിൽ 1.25 കിലോമീറ്റർ റോഡ് ഇപ്രാവശ്യം നിർമ്മിച്ചത് 2.2. ഇതാണ് പറയുന്നത് എങ്കില് വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ? റോഡ് ആകെ എത്ര
മീറ്റർ എത്ര നീളത്തിൽ ഉണ്ടാക്കി എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ചെയ്യേണ്ടി വരിക? എത്ര നീളത്തിൽ ഉണ്ടാക്കി? ഇത് ആദ്യം ഉണ്ടാക്കിയ നീളം, ഇത് രണ്ടാമത് ഉണ്ടാക്കിയ നീളം, ലെങ്ത്. അപ്പൊ ടോട്ടൽ ലെങ്ത് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ടു നമ്പർ മാത്രം. അതിനുശേഷം ഇവിടെ നമ്പർ കഴിച്ചാൽ ബാക്കി എന്താ? ഇവിടെ 3/4 ഉണ്ട്. ഇവിടെ നമ്പർ കഴിച്ചാൽ ബാക്കിയുള്ളത് 2/5 ഉണ്ട്. ഓക്കെ, 1ഉം 2 എഴുതി, പിന്നെ 3/4ഉം 2/5 എഴുതി. ഓക്കെ, അല്ലെങ്കിൽ കൂട്ടിയാൽ നമുക്ക് എത്ര അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് 3+ എഴുതാം. ഇനി ഇത് നമ്മൾക്ക് കൂട്ടാൻ പഠിക്കണം. അത് പഠിക്കാൻ എളുപ്പ വഴി ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 3/4 + 2/5 ഇങ്ങനെ വരും. നമുക്ക് കഴിയില്ല ഡയറക്റ്റ്. ഈ 3/4 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3×5 15/20 കിട്ടും. ഇനിയോ രണ്ടാമത്തെ നമ്പർ എഴുതാം, 2/5. ഇതിനാ ഈ 2/5 ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും താഴെ. ഓക്കെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8/20. നോക്ക്, ഇതിനെ ഈ നമ്പർ കൊണ്ടും ഇതിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് രണ്ട് ഫ്രാക്ഷനെയും രണ്ട് ഭിന്നത്തെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പരസ്പരം. ഓക്കെ, അപ്പൊ 15/20 പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് 8/20. ഡിനോമിനേറ്റർ സെയിം ആണ്, ഛേദം തുല്യമായതുകൊണ്ട് അംശം കൂട്ടി എഴുതിയാൽ മതി. 23/20 കിട്ടും. 23/20 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് കണ്ടോ, 3+, ശ്രദ്ധിക്കുക, 3 ഇത്, പിന്നെ 23/20. ഈ 23/20 ഇതില് 20-നേക്കാളും കൂടുതലുണ്ടല്ലോ. അപ്പൊ അതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 23/20 എന്ന് പറയുന്നത് 20 + 3/20 എന്ന് എഴുതാം. 20 കൂട്ടണം 3/20. എന്തിനാണ് 20 കൂട്ടണം 3 എന്ന് എഴുതിയത്? താഴെ 20 വന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പം 20/20 + 3/20. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതിനെ മാത്രം സിംപ്ലിഫൈ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. 20/20 + 3. 20/20 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. പ്ലസ് 3/20. 1 + 3/20. അപ്പൊ ഇതിന് പകരം എത്ര എഴുതാം? 3+ ഇതിന് പകരം എഴുതുന്നത് എന്താണ്? 1 + 3/20. അപ്പൊ നോക്കിക്കേ, 3 1 കൂട്ടിയാൽ നമുക്ക് 4 + 3/20. അപ്പൊ നമുക്ക് ശരിക്കും ആൻസർ ഇങ്ങനെ എഴുതാം, 4 3/20 കിലോമീറ്റർ. കിലോമീറ്ററിലാണ് ചോദ്യം കേട്ടോ. അപ്പൊ 4 3/20 കൃത്യമായിട്ട് ഓരോന്നും ചെയ്ത് തന്നെ പഠിക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മേലെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ താഴത്തെ മാതിരി ആക്കിയിട്ട് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന, ചുരുക്കി എഴുതുന്ന രീതിയും കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇതാണ് എയുടെ ആൻസർ, 4 3/20 കിലോമീറ്റർ. ഇനി അതിലത്തെ ബി ക്വസ്റ്റ്യൻ നോക്കി. അതില് ഹൗ മച്ച് മോർ റോഡ് വാസ് ബിൽഡ് ദിസ് മന്ത് ദാൻ ലാസ്റ്റ് മന്ത്? കഴിഞ്ഞ മാസത്തെക്കാളും ഈ മാസം എത്ര റോഡ് കൂടുതൽ നിർമ്മിച്ചോ? ഇത് കഴിഞ്ഞ മാസത്താണ്, ഇത് ഈ മാസത്തെയാണ്. എത്ര കൂടുതലാണ്? ഇതാണ് കൂടുതൽ. എത്ര എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 2/5 നിന്ന് എത്ര അധികം ഉണ്ടെന്നല്ലേ അറിയേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2/5 ചെറുതും 3/4 വലുതുമാണ്. ഓക്കെ, കാരണം ഇത് 5ന്റെ പകുതിനേക്കാളും ചെറുതാണ് ഇവിടെ മേലെയുള്ളത്. ഇവിടെ 4-നേക്കാളും തൊട്ട് താഴെയായി. അപ്പൊ ഇതാണ് വലുത്, 3/4. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുക. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മേലത്തെ 2നെ കൂട്ടുക. അപ്പൊ ഇതെന്താ എഴുതാം? ഞാൻ ആദ്യത്തെ ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ എഴുതാം കേട്ടോ. ഇങ്ങനെ ബൈ ഈ 5 തന്നെ കൊടുക്കുക, മൈനസ് ഇതിനെ എഴുതുമ്പോൾ 4 × 1 + 3/4. അതായത് ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, എന്നിട്ട് ഇത് കൂട്ടി എഴുതുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും.
5 2 10 2 12/5 കിട്ടും. മൈനസ് ഇതെത്ര കിട്ടും? 4 4 4 3 7/4. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി ചെയ്യാം. എങ്ങനെയാ? ഇവിടെ 5 ആണ് 4 ആണ്, ഇവിടെ കോമൺ ആയിട്ട് ഒന്നുമില്ല പൊതുവായിട്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 12/5 മേലെയും താഴെയും 4 കൊണ്ട് ഗുണിക്കുക, ഈ ഛേദം കൊണ്ട് ഗുണിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതേ ഐഡിയ. മൈനസ് 7/4 ആരെ കൊണ്ട് ഗുണിക്കുക? ഈ 5 കൊണ്ട് മേലെയും താഴെയും ഗുണിക്കുക. നേരത്തെ ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതുന്നത് കേട്ടോ. അപ്പൊ 12 4 48/20 മൈനസ് 35/20. 48 35 കുറക്കുക. 48 മൈനസ് 35 നമുക്ക് 13 കിട്ടും. അപ്പൊ ഉത്തരം നമുക്ക് എത്ര കിട്ടും? 13/20 കിട്ടും. അപ്പൊ നമ്മളുടെ ആൻസർ ആയി. എത്ര കൂടുതൽ? 13/20 കിലോമീറ്റർ. അപ്പൊ എത്ര കൂടുതൽ എന്ന് വെച്ചാൽ ഉത്തരം 13/20 കിലോമീറ്റർ കൂടുതൽ. കിലോമീറ്ററിലാണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ഈ മോഡൽ എഴുതാൻ അറിയണം. ഇത് രണ്ടും ഗുണിച്ചു കൂട്ടി, മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ അത് തന്നെ നൽകി. ഇതൊന്ന് ആദ്യം പരിചയമില്ലാത്ത കുട്ടികൾ പഠിച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ രണ്ട് വെവ്വേറെ ഛേദം ഡിനോമിനേറ്റർ വരുമ്പോ ഇതിനെ കൊണ്ട് മേലെയും താഴെയും ഗുണിക്കണം ആദ്യത്തത് കിട്ടാൻ, ഇതിനെ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം രണ്ടാമത്തത് കിട്ടാൻ. പിന്നെ നമുക്ക് ഈസിയായി. അപ്പൊ രണ്ടാമത്തതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എക്സ്പ്രസ് ബോത്ത് ലെങ്സ് ആസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടെണ്ണത്തിനെയും ഈ നേരത്തെ പറഞ്ഞ മാതിരി അംശം ബൈ ഛേദം, മുകളില് വലിയ നമ്പറും താഴെ ചെറിയ നമ്പറും വരുന്നതിനാണ് ഇംപ്രോപ്പർ, വിഷമ ഭിന്നം എന്നാണ് മലയാളത്തിൽ പറയുക. ഇംപ്രോപ്പർ, വിഷമ ഭിന്നം. ആ രൂപത്തിൽ എഴുതാൻ അതിപ്പോ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. എന്താണ്? ഈ 2 2/5 12/5 ഇംപ്രോപ്പർ, വിഷമ ഭിന്നം. 1 3/4 7/4. അപ്പൊ എന്താണ് ആൻസർ വരിക? 12/5 പിന്നെ 7/4. അത് രണ്ടും ആയി കഴിഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു നോക്കിയാൽ, ഇഫ് ദ ടോട്ടൽ പ്ലാൻ വാസ് 5 കിലോമീറ്റർ ഹൗ മച്ച് മോർ ഈസ് ലെഫ്റ്റ്. അതായത് ചോദ്യം മനസ്സിലാക്കിയിട്ട് എഴുതണം. പഞ്ചായത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്ലാനിൽ ഉള്ളത്, അവര് ആദ്യം പ്ലാൻ ചെയ്തത്, ആസൂത്രണം ചെയ്തത് 5 കിലോമീറ്റർ റോഡായിരുന്നുവെങ്കിൽ, 5 കിലോമീറ്റർ റോഡായിരുന്നെങ്കിൽ ഇനി എത്ര ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ആകെ എത്ര റോഡ് പണി എടുത്തു നമുക്ക് കിട്ടിയിട്ടുണ്ട്? 4 3/20 കിലോമീറ്റർ ആണ് ആകെ പണിയെടുത്തത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇനി എത്ര ബാക്കി ഉണ്ട് എന്നാണ്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കാനുള്ള വഴി? ആകെ ഉള്ളതിൽ നിന്ന് ചെയ്ത റോഡിന്റെ ആകെ നീളം കുറച്ചാൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? റിമൈനിങ് എത്ര ബാക്കിയുണ്ട്, എത്ര ഇനി ബാക്കി എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് ചെയ്തിട്ടുള്ള റോഡ് എത്രയാണ്? 4 3/20 കുറച്ചാൽ മതി. അപ്പൊ ടോട്ടൽ എത്രയായിരുന്നു? 5 മൈനസ് 4 3/20. കുട്ടികളെ ശ്രദ്ധിക്കുക, 5ൽ നിന്ന് 4 കുറക്കണം, 3/20 കുറക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 കുറക്കണം 4, പിന്നെന്ത് കുറക്കണം? 3/20 കുറക്കണം. 5ൽ നിന്ന് 4 കുറക്കണം, 3/20 കുറക്കണം. 5ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ആ 1ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 3/20 കുറച്ചാൽ മതി. 1ന് നമുക്ക് എങ്ങനെ എഴുതാം? 20/20 എന്ന് എഴുതാം. 20/20 എന്ന് എഴുതാം. മൈനസ് 3/20. 20/20 3/20 പോയാൽ നമുക്ക് എത്ര കിട്ടും? 17/20. അപ്പൊ ഇനി എത്ര കിലോമീറ്റർ ബാക്കി ഉണ്ട് എന്ന് ചോദിച്ചതിന്റെ ഉത്തരവും കൂടി ആയി 17/20 കിലോമീറ്റർ. ഓക്കെ, അതില് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരിക ഇവിടെ ആയിരിക്കും. അവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 5ൽ നിന്ന് 4 കുറക്കണം, 3/20 കുറക്കണം. 5ൽ നിന്ന് ആരെ കുറക്കണം? 4നെയും സബ്ട്രാക്ട് ചെയ്യണം. 4 മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ ആരുണ്ട്? 3/20 ഉണ്ട്. ഓക്കെ, ഡൗട്ടുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോ. ഈ 3/20 ഇല്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5ൽ നിന്ന് 4നെ കുറക്കും. കറക്റ്റ് അല്ലേ? ഇനി 4 ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5ൽ നിന്ന് 3/20 കുറക്കും. അപ്പൊ 5ൽ നിന്ന് 4ഉം 3/20 കുറക്കുമ്പോ 2ഉം കുറക്കുക. ഇതിനെ സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടും. അപ്പൊ പിന്നെ ഇതേ സബ്ട്രാക്ട് ചെയ്യണ്ടു.
അപ്പൊ 1 നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഛേദത്തിനനുസരിച്ചിട്ട് ഇവിടെ എഴുതാം. ഇവിടെ 10 ആണെങ്കിൽ 10/10 എന്ന് എഴുതാം. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം നമ്മൾ വരക്കണം. അപ്പൊ ആ ചിത്രം വരക്കുമ്പോൾ നിങ്ങൾ അതിൽ നോക്കിയാൽ കാണാൻ പറ്റും, അതിലൊരു സ്റ്റാർ ഉണ്ട് അല്ലെ? ആ സ്റ്റാറിന് എത്ര കോർണർ ഉണ്ട് നോക്കി, എത്ര മൂലയുണ്ട് നോക്കിയാൽ 6 മൂലകളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ വരക്കേണ്ടി വരിക? എത്ര സൈഡ് ഉള്ളതാണ് വരക്കേണ്ടി വരിക? ഒരു ഹെക്സഗൺ ആണ് വരക്കേണ്ടി വരിക. മനസ്സിലായല്ലോ? ഹെക്സഗൺ റൗണ്ടിൽ നമ്മൾ നേരത്തെ വരക്കുന്ന മാതിരി വരച്ചിട്ട്, അതായത് ഷഡ്ഭുജം 6 വശങ്ങളുള്ള രൂപമാണ് വരക്കേണ്ടത്. 6 വശങ്ങളുള്ള രൂപം നമ്മൾ എങ്ങനെയാ വരക്കുക? എത്ര ഡിഗ്രി എടുക്കും? 6 സൈഡാണ് ഉള്ളതെങ്കിൽ എത്ര ഡിഗ്രി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? 60 ഡിഗ്രി. 5 സൈഡ് ആണെങ്കിൽ 72 ഡിഗ്രി. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമായി കേട്ടോ. അപ്പൊ എന്താണ് ചെയ്യുക? എങ്ങനെയാ വരക്കുക? ആദ്യം നിങ്ങൾ ഒരു ലൈൻ ഒരു 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്ററിൽ വരക്കുക, അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ വരച്ചു. ഇനി ഇവിടെ എത്ര ഡിഗ്രി എടുക്കുക? 60 ഡിഗ്രി. നിങ്ങൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 60 ഡിഗ്രി എന്നുള്ളൊരു പോയിന്റ് കിട്ടും. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. പ്രൊട്രാക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, ഇതേമാതിരി പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ 60 ഇവിടെ 60 എന്ന് കാണുന്നില്ലേ? 60 വെച്ചിട്ടാണ് വരക്കേണ്ടത്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യുന്നത് നോക്ക്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര? നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. ആ ചിത്രമാണ് നിങ്ങൾ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടത്. ആ ചിത്രം വരയ്ക്കുമ്പോൾ എത്ര സൈഡുള്ള രൂപമാണ്, ഫിഗറാണ് നിങ്ങൾ വരക്കുക എന്ന് ആദ്യം ആലോചിക്കുക. അതെങ്ങനെ മനസ്സിലാവുക? അതിന് എത്ര മൂലകളുണ്ട്, കോർണർ ഉണ്ട് നോക്കുക. അവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പൊ 6 സൈഡ് ഉള്ളതാണ് വരക്കേണ്ടത്. 6 വശമുള്ളത് അതേതാണ്? ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജാണ് വരക്കേണ്ടത്. അത് വരക്കാൻ 6 സൈഡ് വരക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. 60 ഡിഗ്രി ആണ് വരക്കേണ്ടത്. 5 സൈഡ് ഉള്ളതാ വരക്കേണ്ടെങ്കിൽ 72 ഡിഗ്രി, 72 ഡിഗ്രി എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. 6 സൈഡിന് 60 ഡിഗ്രി. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഒരു ലൈൻ വരക്കും. അത് നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ എടുക്കാം, വേണമെങ്കിൽ 4 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. ഇനി 60 ഡിഗ്രി എടുക്കണം. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 60 ഡിഗ്രി ഇവിടെ ഞാൻ കുത്തിട്ടു. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 60 ഡിഗ്രിക്ക് കുത്തിട്ടു. ഇനി ഈ കുത്തിട്ടതും ഇതും കൂടെ സ്കെയില് വെച്ചിട്ട്, ഞാൻ സ്കെയില് വെക്കാതെ ഇപ്പോൾ തൽക്കാലം വരക്കുകയാണ്, സ്കെയില് വെച്ചിട്ട് വരക്കുക. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക, നീട്ടി വരക്കുക കേട്ടോ. വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ അതിനൊരൊറ്റ വൃത്തം ഇങ്ങനെ വരക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ വേണം നിങ്ങൾക്കൊരു വൃത്തം വരക്കാം. 3 സെന്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വൃത്തം വരക്കുക. ഓക്കെ, ആ വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾ വരച്ചിട്ട് 60 ഡിഗ്രി എടുത്താലും മതി, എങ്ങനെയായാലും. ഓക്കെ, അങ്ങനെ വൃത്തം വരച്ചു. ഈ 60 ഡിഗ്രി നമ്മൾക്ക് ഇവിടെ കിട്ടി. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇത് സെന്റർ ആണ്, ഇവിടെ കുത്തിയിട്ടാണ് വൃത്തം വരക്കുന്നത്. ഇനി ചെയ്യേണ്ട എളുപ്പ വഴി എന്താ? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നോക്കൂ, കോമ്പസ് എടുത്തിട്ട് ആ കോമ്പസ് ഇവിടെ കുത്തുക. ഇവിടെ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുക. ഇവിടത്തേക്കുള്ള ദൂരം ഇവിടെ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുക. ദൂരം എടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരു ആർക്ക് വരക്കുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ വരക്കുക. വീണ്ടും കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ വീണ്ടും വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടെ വീണ്ടും വരക്കുക. 1 2 3 4 5 6 എണ്ണം നമുക്ക് അന്നേരം കിട്ടും. ഓക്കെ, 1 2 3 4 5 6 എണ്ണം, 6 സൈഡ് നമുക്ക് വേണം. ഓക്കെ, അങ്ങനെ കറക്റ്റ് അളവെടുത്ത് വരച്ചാൽ നമുക്ക് 6 എണ്ണം കിട്ടും നമുക്ക്. അപ്പൊ 1 2 3 4 5 6 ഈ 6 എണ്ണം നമ്മളിങ്ങനെ കൊമയിട്ട് പോയാൽ കൃത്യമായിട്ട് വരും, ശരിക്കാണ് വരച്ചതെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് രണ്ടും ജോയിപ്പിക്കുക. ഇത് രണ്ടും ഇത് രണ്ടും ഇത് രണ്ടും ഇത് രണ്ടും ഇത് രണ്ടും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? ഹെക്സഗൺ, ഷഡ്ഭുജം, 6 വശമുള്ളത് കിട്ടി. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി ചെയ്യുന്നത് അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 ത്രികോണങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട്. നിങ്ങൾ കണ്ടോ? ചിത്രം കണ്ടില്ലേ? അവിടെ 2 ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ത്രികോണങ്ങൾ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും നോക്കിയാൽ, ഇങ്ങനെ ഇത് ഞാൻ മായ്ച്ച് സെന്റർ ഞാനിവിടെ മാർക്ക് ചെയ്ത് തൽക്കാലം ഞാൻ ഇതിനെ മായ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു സെന്റർ ഉണ്ടാവിന്, നോട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ? നിങ്ങൾ അവിടെ നോക്കിക്കോ. ഇങ്ങനെയുള്ള ഒരു ത്രികോണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി വേറൊരു ത്രികോണം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ രൂപം നിങ്ങൾക്ക് ഇവിടെ കിട്ടും.
ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ചിത്രത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാണുന്നത് എന്താ? എക്സ്ട്രാ കാണുന്നത് ഇതിലേക്കൂടെ ഒരു ലൈൻ ഇങ്ങനെയുണ്ട് അല്ലെ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോർണറും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോർണറും സെന്ററിലേക്കൂടെ ജോയിൻ ചെയ്താൽ മതി. ഒരു സെന്റർ ഉണ്ടാവും, അതിലേക്കൂടെ തന്നെ പോകും. അത് ഇങ്ങനെ വരച്ചാൽ പോവും. അതേമാതിരി ഇതും കൂടെ സെന്ററിലേക്കൂടെ ജോയിൻ ചെയ്യാം. ഇതും കൂടെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെയുള്ള രൂപം കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം മായ്ച്ചു കളയാം. അപ്പോൾ ഈ പുറത്തേത്തെ ഇത് നമുക്ക് മായ്ച്ചു കളയാം. നോക്കിക്കോ, വരക്കേണ്ട രീതി നമ്മൾ സാധാരണ വരക്കേണ്ട വെച്ചിട്ട് വരച്ചിട്ടു. പിന്നെ എന്താണ് വരച്ചത്? ഈ വര ഇതിൻ്റെ ഉള്ളിലില്ല, മനസ്സിലായില്ലേ? ഇതാ ഈ ഭാഗം ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രൂപമാണ് ഉള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് അതില് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരേ കളർ കൊടുക്കാം. പിന്നെ ഇതിന് അകത്ത് വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഷഡ്ഭുജമാണെന്ന് എങ്ങനെ മനസ്സിലായത്? ഇതിന്റെ മൂലയുടെ എണ്ണം നോക്കിയിട്ടാണ് മനസ്സിലായത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ, പാല് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എ മിൽക്ക് മാൻ പോർഡ് മിൽക്ക് ഇൻടു 3 bottles. എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കിക്കോ. 3/4 ലിറ്റർ ഒന്നില്, 1/3 ലിറ്റർ, ലിറ്ററിലാണ് ഞാൻ എൽ എന്ന് എഴുതിയേക്കാം. 3/4 ലിറ്റർ, 1/3 ലിറ്റർ, പിന്നെ ഉള്ളത് 1/6 ലിറ്റർ. എല്ലാ ലിറ്ററിലാണ്, ലിറ്റർ മലയാളത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ ലിറ്റർ ാണ് ഉള്ളത്. 3. അപ്പോ ഇയാൾ എന്ത് ചെയ്തു? 3 കുപ്പികളിലാക്കിയിട്ട് ഇതിനെ ഒഴിച്ചു. ഇത് ഒരു കുപ്പിയാണ്, ഇത് രണ്ടാമത്തെ കുപ്പിയാണ്, ഇത് മൂന്നാമത്തെ കുപ്പിയാണ്. ഒഴിച്ചു, ഇത് കുപ്പിയാണ്. ഓക്കെ, 1 കുപ്പി, 2 കുപ്പി, 3 കുപ്പിയിൽ ഒഴിച്ചു. ഇതൊരു ചോദ്യം, ഫൈൻഡ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ആകെ എത്ര പാലുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ അതിനെന്ത് വഴി എന്താ? ഇത് 3ഉം കൂടെ കൂട്ടിയല്ലേ വേണ്ട. അപ്പൊ എ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താ? 3/4ഉം 1/3ഉം 1/6ഉം കൂടെ കൂട്ടുന്നു. ഇങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ചെയ്താൽ മതി? നമ്പറുകളെ വേറെ വേറെ മാറ്റി എഴുതുക ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ 1 നമുക്ക് ഇപ്പുറം എഴുതാം, 1. പിന്നെ ബാക്കി വരുന്നത് 3/4 ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് 1/3 ഉണ്ട്. പിന്നെ ഇവിടെ 1/6 ഉണ്ട്. മനസ്സിലായല്ലോ? 1നെ ഞാൻ ആദ്യം എഴുതി, അപ്പൊ ബാക്കി ഇവിടെ 1/3 ഉണ്ടാവുള്ളൂ. ഇനി ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ 1/3 1/6 കൂട്ടുന്നതാണ് ആദ്യം എളുപ്പത്തിന് നല്ലത്. അതിന്റെ കാരണം എന്താ? 3നെ നമുക്ക് വേഗം 6 ആക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ എളുപ്പ വഴി. അപ്പൊ 3നെ നമുക്ക് 6 ആക്കി, അല്ലെങ്കിൽ 4നെ 3 ആക്കുമ്പോ 12 ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പൊ ഈ 3നെ 6 ആക്കാൻ ഇതിൽ, അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1/3ഉം 1/6ഉം കൂട്ടുന്നു. ഈ 1/3നെ എങ്ങനെ എഴുതാം? 2/6 എന്ന് എഴുതാലോ. പ്ലസ് 1/6, 2/6 1/6 കൂട്ടിയാല് നമുക്ക് കിട്ടും 3/6. അപ്പൊ ഇതിന് പകരം എത്ര എഴുതാം? ഇതിന് പകരം എഴുതാം 3/6. ഇതിന് പകരം 3/6. അപ്പൊ ചോദ്യം മാറി എഴുതാം. 1 കൂട്ടിയ 2 പ്ലസ് 3/4ഉം പിന്നെ വരുന്നത് എത്രയാ? 3/6. ഈ 3/6നെ നമുക്ക് ചുരുക്കി എഴുതാലോ. 3/6നെ ചുരുക്കിയിട്ട് 1/2 എന്ന് എഴുതിക്കൂടെ? കാരണം 6ന്റെ പകുതിയല്ലേ 3. അപ്പൊ അതിനെ 1/2 നമുക്ക് എഴുതാം. അപ്പൊ അതിനെ എഴുതാം നമുക്ക് 1/2. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധിച്ചാൽ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുന്നു ഞാൻ കേട്ടോ. അത് ഞാൻ ഇവിടെ എഴുതുന്നേ. 3/4 കൂട്ടണം 1/2. അപ്പൊ ഈ 2നെ 4 ആക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതാം? 3/4 അങ്ങനെ എഴുതാം. 1/2നെ എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതിക്കൂടെ? 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ മേലെയും 2 കൊണ്ട് ഗുണിച്ചു. കറക്റ്റ്. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 5/4 എന്ന് കിട്ടും. ഓക്കെ, ഈ 5/4 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 4 + 1/4. ഇതെല്ലാം പഠിക്കണം. 4 + 4 ഉണ്ടായോണ്ടാ ഞാൻ 4 എഴുതി കേട്ടോ. 4 + 1/4. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് 4/4 + 1/4. 4/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 + 1/4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയാൽ? ഇത്ര പോരെ കൂട്ടുമ്പോ ഇത് കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടി?
1+1/4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് ഇത് കൂട്ടിയപ്പോ എത്ര കിട്ടി? 1+1/4. 1+1/4. രണ്ടും ഒന്നും എത്ര? 3. 3+1/4. 3 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 3 ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ഒരു സംഖ്യയും അതേപോലെ ഒരു ഭിന്നവും ചേർത്ത് നമുക്ക് എഴുതാം. അപ്പൊ എത്ര ലിറ്റർ? 3 ലിറ്റർ ആൻസർ. അപ്പൊ ആദ്യത്തെ ആൻസർ 3 ലിറ്റർ. ഓക്കെ, ഇനി അതിൽ വരുന്ന ബി ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. ഒരുപാട് ചെയ്തു പോയി അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? If he wants to fill a 4 liter container, how much more milk is needed? അപ്പൊ പിന്നെ പുള്ളിക്കാരൻ എന്തായിന്നറിയോ? ഈ 3 കുപ്പിയിലുള്ള ഈ പാലുകളെ വലിയ 4 ലിറ്ററിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഈ 3 കുപ്പിയിലത്തെ പാലും ഒരു വലിയ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ ഈ കുപ്പിയിൽ എത്ര കൊള്ളുന്നാണ് അവര് പറയുന്നത്? ഇതിൽ കൊള്ളുന്നത് 4 ലിറ്റർ കൊള്ളും. 4 ലിറ്റർ കൊള്ളും. അപ്പൊ അവര് പറയുന്നത് ഈ 3 കുപ്പിപ്പാലും ഇതിൽ ഒഴിച്ചാല് ഇനി എത്രയും കൂടെ നിറയാനുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇത് 3 ഒഴിച്ചാൽ ഇത് നിറയൂല എന്ന് ഉറച്ചു. അപ്പൊ എത്ര നിറയാനുണ്ട് എന്നാ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ച നിങ്ങള്, ആകെയുള്ള പാലെത്ര? 3 നമുക്ക് കിട്ടിയല്ലോ. എത്രയിലാ ഒഴിക്കുന്നത്? 4 ലിറ്ററിൽ. അപ്പൊ രണ്ടാമത്തെ കാണാനുള്ള വഴി എന്താ? 4-ൽ നിന്ന് ആരെ കുറച്ചാ മതി? ഈ 3 കുറച്ചാ മതി. ഓക്കെ, അപ്പൊ 4-ൽ നിന്ന് 3 കുറക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? 4-ൽ നിന്ന് 3 കുറക്കുക, പിന്നെ 1/4 കുറക്കുക. നേരത്തെ പറഞ്ഞിട്ടേ 4-ൽ നിന്ന് 3 കുറക്കുക, 1/4 കുറക്കുക. ഇവിടെ ഉള്ളതെല്ലാം കുറക്കുക. 4-ൽ നിന്ന് 3 പോയ എത്ര? ഇത് കുറച്ചാൽ നമുക്ക് 1 കുറക്കണം 1/4. 1-ന്ന് 1/4 കുറച്ചാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ പറയാൻ പറ്റുമല്ലോ. 1/4 എല്ലാ ഓപ്പറേഷനും പഠിക്കണേ. 1-ന്ന് 1/4 പോയാൽ 3/4. അപ്പൊ എത്ര വരും ആൻസർ? 3/4 ലിറ്റർ കൂടി വേണം ഈ പാത്രം നിറയാൻ. അപ്പൊ ഇത്ര പോരെ ആയിട്ടുണ്ടാവും. അപ്പോ ഇത് എത്ര ഉണ്ടാവും? 1/4 ലിറ്റർ ഉണ്ടാവും. അപ്പൊ ഇനി ഇത് നിറയാൻ എത്ര വേണം? 3/4 ലിറ്റർ കൂടെ വേണം. ഐഡിയ മനസ്സിലായല്ലോ? എല്ലാം കൂട്ടിയിട്ട് കുറച്ചു. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ? നമ്പറിനെയും കുറക്കണം, പിന്നെ അതിനുശേഷം ഫ്രാക്ഷനും കുറക്കണം. വരുന്ന ചില കാര്യങ്ങൾ കുട്ടികൾ തെറ്റിക്കും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. മൂന്നാമത്തത്, റൈറ്റ് 1/3 ആസ് എൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. സി, അത് വളരെ എളുപ്പമാണ്. അതായത് സി നമുക്ക് തന്നെ 1/3 ശ്രദ്ധിക്കേ, 1/3 ഇംപ്രോപ്പർ ആക്കിയിട്ട് എഴുതണം. അതിന് എളുപ്പ വഴി എന്താ? ഈ 3-നെ 1 കൊണ്ട് ഗുണിക്കുക, അതിന്റെ പേര് 1 കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 1 + 1. നോക്കിയാ 3 × 1 + 1 ബൈ 3. അപ്പൊ 3 × 1 എത്ര? 3 + 1 ബൈ 3. 3 × 1 3 + 1. അപ്പൊ 3 1 4/3. ഈ മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറും വരുന്നതിനെയാണ് വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 4/3 കിട്ടി. ഇങ്ങനെ അറിയാത്ത കുട്ടികൾക്ക് വേറെ വഴിയുണ്ട്. അതെന്താണ് വഴി? 1/3-നെ 4/3 എഴുതാൻ വഴിയുണ്ട്. അതെന്താണെന്ന് അറിയോ? 1/3 എന്ന് പറഞ്ഞ അർത്ഥം 1 + 1/3 എന്നാണല്ലോ. ശ്രദ്ധിക്കണേ, 1 + 1/3. 1-നെ എങ്ങനെ എഴുതാം? 3/3 + 1/3 എന്ന് എഴുതാലോ. 1-നെ ഇവിടെ നോക്കിയിട്ട് എങ്ങനെ മാറ്റി എഴുതാം. അപ്പൊ ഇത് എത്ര കിട്ടും നമുക്ക്? 3 1 4/3. അങ്ങനെ ആയാലും നമുക്ക് എന്തെഴുതാം? 4/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ തരത്തിൽ എഴുതാട്ടോ. അതിന് ഡി ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ 2/3 വാസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഹൗ മച്ച് ഈസ് റിമൈനിങ്? ആ പാത്രത്തില് ഉള്ള വലിയ പാത്രത്തിൽ പാലുണ്ടായിട്ടില്ലേ? ആ ഇത്രയും പാലുണ്ടായിരുന്നു അതിൽ അല്ലെ? എത്ര? 1/4 ലിറ്റർ ഇതിലുണ്ടായിരുന്നു. ഇതിന്റെ 2/3 ഭാഗം വിതരണം ചെയ്തു. ബാക്കി ഇതിൽ എത്രയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോ 3 1/4ന്റെ 2/3 ഭാഗം വിതരണം ചെയ്തു. അപ്പൊ ബാക്കി എത്രയുണ്ടാവും? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാ, 1-ൽ നിന്ന് 2/3 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? നോക്കിയാൽ 3/3 2/3 കുറച്ചാൽ ബാക്കി നമുക്ക് 1/3. അതായത് 2/3 ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താല്
ബാക്കി എവിടെ എത്ര ഭാഗം ഉണ്ടാവും? 1/3 പാർട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1/3 ഓഫ് 3 1/4 കണ്ടുപിടിച്ചാൽ മതി. 1/3 ഓഫ് 3 ഈ 1/3 മനസ്സിലായല്ലോ. 2/3 നോക്ക്, ഇതാ ഇത് നോക്കിയാൽ ഇത് ഒന്നാന്ന് വിചാരിച്ചോ, ഒരു ചോക്ലേറ്റ് അതിന്റെ 3 കഷ്ണാക്കി. 1/3 എന്ത് ചെയ്തു? ഒരാള് അല്ലെങ്കിൽ 2/3 ഒരാൾ എടുത്തു. ബാക്കി എത്രയുണ്ട്? 1/3 അല്ലേ ബാക്കിയുള്ളത്. ഈ 3 കഷ്ണാക്കിയിട്ട് 2/3 ഒരാൾ എടുത്തു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 1/3 ഉണ്ടാവും. അതെ, ഈ പാലിന്റെ 3/2 ഭാഗം വിതരണം ചെയ്തു. ബാക്കി എത്രയുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 1/3 ഓഫ് അല്ലെങ്കിൽ 3rd ഓഫ് 3 ക്വാർട്ടർ 3 into 1/4 നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 into ഇതിനെ എന്താക്കണം? ഈ a/b രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 plus 1/4. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ? 1/3 1/3 ഉണ്ട് into 4 3 12 1 13/4. നോക്ക്, 13/4. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 1/13 നമുക്ക് കിട്ടും. 13/3 4 എത്ര കിട്ടും? 12. 1 into 13 3 4 12. 13/12 നമുക്ക് എങ്ങനെ എഴുതാം? മേലെ വലിയ നമ്പർ അല്ലേ, അപ്പൊ അതിനെ മറ്റേ രീതിയിലേക്ക് മാറ്റി എഴുതാം. മിക്സ്ഡ് ആയിട്ട് നമ്പറും ഫ്രാക്ഷനും സംഖ്യയും ഭിന്നും ആക്കിയിട്ട് എഴുതാം. അപ്പൊ താഴെ 12 ഉണ്ടായതുകൊണ്ട് 12 + 1 എഴുതി കൂടെ? 13/12. പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ ഉത്തരം 12/12 plus 1/12. 12/12 12/12 എത്ര? 1 plus 1/12. 1 plus 1/12 നമുക്ക് എത്ര കിട്ടും? 1/12. അപ്പൊ ബാക്കിയുള്ള പാൽ എത്ര കിട്ടി? 1/12 ലിറ്റർ. കുറച്ച് ചെയ്യാനുണ്ട് ഇതിൽ ഇന്ന് പറഞ്ഞ പ്രോബ്ലങ്ങളെല്ലാം. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വരുന്ന മിഡ് ടേം പരീക്ഷയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇത് കുറച്ച് പ്രയാസമുള്ള ചോദ്യങ്ങളാണ് ഈ ഞാൻ ഇന്നും നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലം വേറൊരു തരത്തിലും ചെയ്യാം. ഞാനിപ്പം 2/3 ചെലവഴിച്ചു, ബാക്കി 1/3 കണ്ടുപിടിച്ചു. ചിലർക്ക് എന്ത് ചെയ്യാം? ഈ ചെലവഴിച്ച പാലിന്റെ അളവ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ 2ൽ 2/3 കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യുക? അത് കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ ആൻസർ ഇപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളാണ് ചെയ്തത്. എല്ലാം ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. ക്ഷമയോടെ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഒഴിവാക്കാനെല്ലാം പറ്റും. അതൊക്കെ ടീച്ചർ അവിടെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരും. വ്യക്തതയോടുകൂടി ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെ കുട്ടികൾ ക്ലാസ്സിലേക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. ബൈ.